കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. ഇപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 STD7 കൂട്ടുകാർക്കെന്ന് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു. എക്സാം ഈസി ആയിരുന്നില്ലേ? ഈസി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരുന്നു. റീഡിംഗ് കോംപ്രിഹെൻഷൻ എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടാകും. എല്ലാവരും കറക്റ്റായിട്ട് വായിച്ച് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ഒരിക്കൽ പറഞ്ഞു തരാം. Father, hey there my son, what's on your mind today? മോൻ്റെ മനസ്സിൽ എന്താണ് എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അപ്പോൾ രാഹുൽ പറയാണ്, ഡാഡ് ഐ വാസ് തിങ്കിങ് അബൌട്ട് റോബോട്ട്സ്. ഞാൻ റോബോട്ട്സിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഐ വാണ്ട് ടു മേക്ക് വൺ വെൻ ഐ ഗ്രോ അപ്പ്. എനിക്ക് എന്ത് ചെയ്യണം, വലുതാകുമ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കണം എന്ന് ആര് പറയുകയാണ്? രാഹുൽ പറയുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, ദാറ്റ്സ് ഔസം, അത് കൊള്ളാം. റോബോട്ട് ആർ റിയലി കൂൾ. റോബോട്ട് ശരിക്കും രസകരാ. വാട്ട് കൈൻഡ് ഓഫ് റോബോട്ട് ഡു യു വാണ്ട് ടു മേക്ക്? നിനക്ക് എങ്ങനെയുള്ള റോബോട്ട് ഉണ്ടാക്കാനാണ് ആഗ്രഹം? രാഹുൽ പറയാണ്, എ റോബോട്ട് ദാറ്റ് ക്യാൻ പ്ലേ ഗെയിംസ് വിത്ത് മീ. എന്നോടൊപ്പം കളിക്കണം. ആൻഡ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. എൻ്റെ ഹോംവർക്കിൽ എന്നെ സഹായിക്കുകയും വേണം. ഫാദർ, ദാറ്റ് സൗണ്ട്സ് എ ഗ്രേറ്റ് ഐഡിയ. റോബോട്ട്സ് ക്യാൻ ബി റിയലി ഹെൽപ്ഫുൾ. എന്ത് പറയുകയാണ്? റോബോട്ടുകൾ ശരിക്കും ഹെൽപ്ഫുൾ, സഹായകരമാണ്. ഡു യു നോ, നിനക്കറിയാമോ, that robots are already being used in many places like factories and hospitals. അറിയാമോ, റോബോട്ടുകൾ ഇപ്പോൾ തന്നെ പല ആശുപത്രികളിലും ഫാക്ടറികളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് രാഹുൽ. വാവ്, റിയലി, കൊള്ളാം, ശരിക്കും അങ്ങനെയാണോ? വാട്ട് ഡു ദേ ഡു ദെയർ? അവരവിടെ എന്താ ചെയ്യുന്നേ? അച്ഛൻ പറയാണ്, ഫാദർ, വെൽ, ശരി, in factories robots can help build things like cars and computers. ഫാക്ടറീസിലെ റോബോട്ട് എന്തുണ്ടാക്കാനാണ് സഹായിക്കുന്നേ? കാറും കമ്പ്യൂട്ടറും ഒക്കെ നിർമ്മിക്കാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇൻ ഹോസ്പിറ്റൽസ് റോബോട്ട്സ് ഹെൽപ്പ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ടേക്ക് കെയർ ഓഫ് പേഷ്യൻസ്. രോഗികളെ നോക്കാനായിട്ട്, പരിചരിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെയും നേഴ്സിനെയും റോബോട്ട്സ് സഹായിക്കുന്നുണ്ട് എന്നൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ രാഹുൽ പറയാണ്, ദാറ്റ്സ് സോ കൂൾ. അത് കൊള്ളായിരിക്കുമല്ലോ. I cannot wait to make my own robot. Can you help me get started? എനിക്കെന്നാൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നില്ല, ഉടനെ തന്നെ എന്താണ് വെയിറ്റ് ചെയ്യുന്നില്ല, വേഗത്തിൽ ഞാനത് തുടങ്ങാൻ പോവാ. എന്നെ സഹായിക്കാമോ എന്ന് തുടങ്ങാനായിട്ട് സഹായിക്കാമോ എന്ന് ആരോട് ചോദിക്കുകയാണ്? രാഹുൽ അച്ഛനോട് ചോദിക്കുകയാണ്. ഫാദർ, ഓഫ് കോഴ്സ്, തീർച്ചയായും, ഓഫ് കോഴ്സ് മൈ സൺ, തീർച്ചയായും മോനെ. വി ക്യാൻ സ്റ്റാർട്ട് ബൈ ലേണിംഗ് അബൌട്ട് പ്രോഗ്രാമിംഗ് ആൻഡ് റോബോട്ടിക്സ് ടുഗദർ. നമ്മൾ എന്താണ് പ്രോഗ്രാമിങ്ങും റോബോട്ടിക്സും ഒരുമിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ തുടങ്ങാമെന്ന് പറയുകയാണ്. There are many easy ways to start it. I like building a simple robot using a kit or even using a programming app on a tablet. ഒരു കിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ റോബോട്ട് ഉണ്ടാക്കാനുള്ള കിറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വേഗത്തിൽ നമുക്കൊന്ന് നിർമ്മിക്കാം. അല്ലെങ്കിൽ എന്താ, പ്രോഗ്രാമിംഗ് ആപ്പ് ഉപയോഗിക്കുന്നതോ അങ്ങനെയൊക്കെ ഒത്തിരി വഴികളെന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും നോക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ രാഹുൽ പറയാണ്, യാ, താങ്ക് യു ഡാഡ്, ഐ എം ഗോയിങ് ടു മേക്ക് ദ ബെസ്റ്റ് റോബോട്ട് എവർ. ഞാൻ ഏറ്റവും മികച്ച ഒരു റോബോട്ടിനെ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് രാഹുൽ പറയാണ്. അപ്പോൾ അച്ഛൻ പറയണേ, ഐ ആം എക്സൈറ്റഡ് ടു സീ വാട്ട് യു ക്രിയേറ്റ്. നീ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ വേണ്ടി ഞാൻ ആവേശത്തോടെ ഇരിക്കുകയാണ്, ഞാൻ കാത്തിരിക്കുകയാണെന്ന രീതിയിൽ എക്സൈറ്റഡ് ആണെന്ന് അച്ഛൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാകും, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്കിതിൽ നിന്ന് ആൻസേഴ്സ് കണ്ടെത്താൻ എളുപ്പമാണ്. വാട്ട് ഡസ് രാഹുൽ വാണ്ട് ടു മേക്ക്? രാഹുൽ എന്തുണ്ടാക്കാനാണ് ആഗ്രഹിച്ചത്? റോബോട്ട്, സംശയമില്ലല്ലോ. രാഹുൽ നീഡ്സ് എ റോബോട്ട് ടു ഹെൽപ്പ് ഹിം ഇൻ. റോബോട്ട് രാഹുലിനെ എങ്ങനെ സഹായിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? കുക്കിംഗ് ആണോ, ക്ലീനിങ് ആണോ, ഡൂയിങ് ഹോംവർക്ക് ആണോ, ഡ്രൈവിംഗ് ആണോ? എന്താ, ഡൂയിങ് ഹോംവർക്ക്. ഫാദർ സേസ് ദാറ്റ് റോബോട്ട്സ് ആർ കറന്റ്ലി യൂസ്ഡ് ഇൻ. അച്ഛൻ പറഞ്ഞു
റോബോട്ട്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നു. എവിടേക്കാ? ഹോസ്പിറ്റൽസിൽ പറഞ്ഞു അല്ലേ, ലൈബ്രറീസ് പറഞ്ഞില്ല, ഹോസ്പിറ്റൽസ് പറഞ്ഞു, പ്ലേ ഗ്രൗണ്ട്സ് പറഞ്ഞില്ല, റെസ്റ്റോറൻറ്റ്സ് പറഞ്ഞില്ല, അപ്പോൾ ഹോസ്പിറ്റൽസ്. വാട്ട് കൈൻഡ് ഓഫ് ടാസ്ക് ഡു റോബോട്ട്സ് പെർഫോം ഇൻ ഫാക്ടറീസ് അക്കോർഡിംഗ് ടു ദ ഫാദർ? അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഫാക്ടറീസിലെ റോബോട്ട് എന്ത് ടാസ്ക്കാണ് ചെയ്യുന്നത്? മേക്ക് ഫർണിച്ചർ ഉണ്ടാക്കുന്നു. മേക്ക് ടെലിവിഷൻ ആൻഡ് റേഡിയോ, ടിവിയും റേഡിയോ ഉണ്ടാക്കുന്നു. മേക്ക് അഗ്രികൾച്ചറൽ ടൂൾസ്, കൃഷി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു. ബിൽഡ് തിങ്സ് ലൈക്ക് കാർസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, കാറും കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാക്കുന്നു. ഏതാണ്? ബിൽഡ് തിങ്സ് ലൈക്ക് കാർസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. ഹൗ ക്യാൻ വി സ്റ്റാർട്ട് ലേണിംഗ് അബൌട്ട് പ്രോഗ്രാമിംഗ് ആൻഡ് റോബോട്ടിക്സ്? പ്രോഗ്രാമിംഗ് റോബോട്ടിക്സ് ഒക്കെ അതിനെക്കുറിച്ച് എങ്ങനെ പഠിക്കാമെന്നാണ് പറഞ്ഞത്. എങ്ങനെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം? റീഡിങ് എ ബുക്ക് വായിച്ച്, വാച്ചിങ് ടി വി ഷോ വാച്ച് ചെയ്തിട്ട്, ബിൽഡിംഗ് എ സിമ്പിൾ റോബോട്ട് യൂസിങ് എ കിറ്റ് ഉപയോഗിച്ചിട്ട്, ബൈ വിസിറ്റിംഗ് എ റോബോട്ട് മ്യൂസിയത്തിൽ പോയിട്ട്. എങ്ങനെയാ? കിറ്റ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ, സിമ്പിൾ റോബോട്ട് യൂസിങ് എ കിറ്റ്. അത് ഉപയോഗിച്ച് എന്താണ് അത് നമുക്ക് പഠിക്കാമെന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്തായിരുന്നോ? കറക്റ്റാണോ? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിബേറ്റ് ആണ്. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് GUPES മുഴുതാടം conducted a debate in the school on the topic use and misuse of mobile phones. Here are some arguments and counter arguments by students. അവിടെ arguments ഉണ്ടായി, അതിന് counter arguments ഉണ്ടായി. Add 3 arguments in favor of using mobile phone and 3 arguments against it. On has been done for you. 3 എണ്ണം എഴുതണം കേട്ടോ. ആർഗ്യുമെന്റ്സ് 3 എണ്ണം, അതുപോലെ തന്നെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് എന്തായിരുന്നോ അത് 3 എണ്ണം, എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് 3 എണ്ണം. ഇവിടെ 1 നൽകിയിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും എന്താണ്, ഉപയോഗമില്ലായ്മ, അതിൻ്റെ മോശം വശവും നല്ല വശവും 2 എണ്ണം വീതം എന്ത് ചെയ്യണം, ഇനി നിങ്ങൾ എഴുതണം. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. ഇവിടെ ഒത്തിരി ഐഡിയാസ് ഉണ്ട്. ഇമെയിൽ നമുക്ക് നല്ലതാണ്, അതുപോലെ SMS നമുക്ക് നല്ല കാര്യമാണ്, ന്യൂസ് നല്ല കാര്യമാണ്, അതുപോലെ വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളും എന്താണ് നമ്മൾ നല്ലതാണ്, പക്ഷേ അത് മോശം രീതിയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. അത് മനസ്സിലാക്കി എന്ത് ചെയ്യണം, ആർഗ്യുമെൻറ്റും അതുപോലെ തന്നെ കൗണ്ടർ ആർഗ്യുമെൻറ്റും എഴുതാനായിരുന്നു. തേർഡ് വൺ, പ്രിപ്പയർ ആൻ ഇമെയിൽ. ഇമെയിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് പോയിട്ടുണ്ടാവും, എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. Niketa's father bought a laptop from a company, but after 6 months it stopped working. നിഖേതയുടെ അച്ഛൻ ഒരു കമ്പനിയിൽ നിന്ന് ലാപ്ടോപ്പ് മേടിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ അത് എന്താണ് പ്രവർത്തനം ഇല്ലാണ്ടായി. Niketa suggested him to send an email to register a complaint with the company. കമ്പനിയിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ഇമെയിൽ അയക്കാൻ നിഖേത അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ ദ ഇമെയിൽ. അപ്പോൾ ഫ്രം അഡ്രസ്സ് എഴുതണം, ടു അഡ്രസ്സ് എഴുതുക, അതെല്ലാം അറിയാലോ, മെയിലായിരിക്കും, mail.com, ഏതെങ്കിലും ഒരു mail.com അങ്ങനെയാണ് വരിക. സബ്ജക്റ്റ് എന്താണ്, എന്തിൻ്റെ കംപ്ലൈൻ്റ് ആണ് എന്നുള്ളത് ഇവിടെ എഴുതണം. എന്താണ് സംഭവം അതിവിടെ എഴുതുക. ലാസ്റ്റ് താങ്ക് യു പറഞ്ഞ് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ആരാണ് എഴുതുന്നതെന്ന് ക്ലോസ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇമെയിൽ എല്ലാവരും പഠിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. 4ാമത്തെ ആക്ടിവിറ്റി പോസ്റ്റർ ആയിരുന്നു കേട്ടോ. റീഡ് ദ ഫോളോയിങ് ഇഷ്യൂസ് റിലേറ്റഡ് ടു മൊബൈൽ ഫോൺസ്. പ്രിപ്പയർ എ പോസ്റ്റർ ടു ക്രിയേറ്റ് അവയർനെസ് ഓഫ് എനി വൺ ഓഫ് ദീസ് ഇഷ്യൂസ്. ഇതിലേതെങ്കിലും ഒരു ഇഷ്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, അവയർനെസ് കൊടുക്കാം, ബോധവൽക്കരണം കൊടുക്കാനായിട്ട് പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. The number of children addicted to smartphone is increasing. Students become victim of online frauds. Use of mobile phones while driving causes accidents. Prolonged screen time causes health issues. Okay? അപ്പോൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു 4ാമത്തെ ആക്ടിവിറ്റി. 5ാമത്തെ ആക്ടിവിറ്റി എഡിറ്റിംഗ് ആയിരുന്നു. എഡിറ്റിംഗ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ഇതിൻ്റെ ആൻസേഴ്സ് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ എങ്ങനെ എഴുതി? ആൻസർ പറയട്ടെ. ടുഡേ ഐ ആം റിയലി അഷൈംഡ്. ഐ കേർഡ് ഫോർ നത്തിങ്. ദ റോബോട്ട് വാസ് നോട്ട് ഡിസ്റ്റർബിങ് മീ. റിയലി വരുമ്പം ക്യാപിറ്റൽ ആറാ വരിക. ഇവിടെ ഐ കേർഡ് ഫോർ നത്തിങ്, ഇവിടെ റിയലി ക്യാപിറ്റൽ ആർ. റിയലി ദ റോബോട്ട് ഹെൽപ്പ് മീ എ ലോട്ട്. നൗ ഐ നോ, ദ ആണ്, THE, ദ. വാല്യൂ ഓഫ് ക്ലീൻലെസ്. I will become, became അല്ല, become, BCOME, CO ആണ്, become. A maximum, ഇവിടെ efficient, efficient spelling EFFICIENT ആണ്. ഡിയുടെ സ്ഥലത്ത് T വരും, ഇവിടെ എയുടെ സ്ഥലത്ത് O വരും. become, ഇവിടെ ക്യാപിറ്റൽ R വരും,
ഇവിടെ ടി എച്ച് ഇ ദാ വരും. ടി എച്ച് ഇ ദാ വരും. ഇവിടെ ഫോർ നത്തിങ് തിരിച്ചു വരും. ഓക്കെ, ഇതായിരുന്നു എഡിറ്റിങ്ങിൻ്റെ ആൻസർ. ആറാമത്തേത് കോൺവെർസേഷനാണ്. കഫ്കയും ഗേളും തമ്മിലുള്ള കോൺവെർസേഷനാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ കഫ്ക ആൻഡ് ദ ഗേൾ. On afternoon, Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. Kafka went to her and talked to her. അപ്പോൾ കഫ്ക ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി സംസാരിക്കുന്ന കോൺവെർസേഷൻ എഴുതാനുള്ളതായിരുന്നു ആക്ടിവിറ്റി 6. ഏഴാമത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. പസിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളതായിരുന്നു. അക്രോസ് 2 നേരെ എഴുതാനായിട്ട് 2 ചോദ്യങ്ങൾ, ഡൗൺ താഴേക്ക് 3 ചോദ്യങ്ങൾ. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പറയട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് ദാറ്റ് മീൻസ് എ മെയിൽ സെർവൻറ്റ്. മെയിൽ സെർവൻറ്റിൻ്റെ മീനിങ് വരുന്ന ഒരു വേർഡ് എന്ത് പറയാം? ബട്ട്ലർ. BUTLER ബട്ട്ലർ. BUTLER ബട്ട്ലർ. ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് യൂസ്ലെസ്. യൂസ്ലെസ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? യൂസ്ഫുൾ. USEFUL യൂസ്ഫുൾ. ഓപ്പോസിറ്റ് USEFUL അക്രോസ് ആയിരുന്നു, യൂസ്ഫുൾ. രണ്ടാമത്തേത് എ മെഷീൻ. മൂന്നാമത്തെ താഴോട്ടാണ്. എ മെഷീൻ ദാറ്റ് വർക്ക്സ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ വർക്ക് ചെയ്യുന്ന മെഷീൻ. റോബോട്ട്. 3 താഴോട്ട്. ROBOT റോബോട്ട്. 4 എ പേഴ്സൺ ഹൂ വിസിറ്റ്സ് എ പ്ലേസ് ഓഫ് പ്ലഷർ. അതെന്തായിരുന്നു? 4 ഡൗൺ. ടൂറിസ്റ്റ്. TOURIST ടൂറിസ്റ്റ് പ്ലേസ്. ടു ക്ലീൻ യൂസിങ് എ ക്ലോത്ത്. ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് എന്താണ്? വൈപ്പ്. WIPE. ഇവിടെ ബട്ട്ലറിൻ്റെ ഇ ഉണ്ട്, വൈപ്പ്. ഓക്കെ, ഇതായിരുന്നു ആൻസർ. ഇതെല്ലാവർക്കും ഈസി ആയിരുന്നിട്ടുണ്ടാവും. എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.